ഓക്കെ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് നമുക്ക് ജാലിയൻ വാലാബാഗ് എന്ന പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ പറയാം അല്ലേ. ഒന്നാമത്തത്, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യം എത്ര വർഷം നീണ്ടു നിന്നു? നിങ്ങൾ നോട്ട് കംപ്ലീറ്റ് ചെയ്തു? അത് വാട്സപ്പിൽ സെൻഡ് ചെയ്തത് നോക്കിയിട്ട്. കാലമാണ് ഇന്ത്യയിലെ ഓക്കെ, 1.5 ശതാബ്ദത്തോളം കാലമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം നീണ്ടു നിന്നത് അല്ലേ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അതാണ്. ഇപ്പോൾ ടെക്സ്റ്റ് നല്ലപോലെ വായിക്കുമ്പോൾ നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഓർമ്മയില്ലാത്തതും കൂടെ ടെക്സ്റ്റ് നിങ്ങൾ ഒരുപാട് തവണ വായിച്ചാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ. ഓക്കെ, രണ്ടാമത്തത്, ഗാന്ധിജി നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നടുനായകത്വം ഏറ്റെടുത്തത് എപ്പോൾ? എപ്പോഴാണ് ഗാന്ധിജി നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് നടുനായകത്വം ഏറ്റെടുത്തത്? 1917 മുതലാണ് ഗാന്ധിജി നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് നടുനായകത്വം ഏറ്റെടുത്തത്. എപ്പോഴായിരുന്നു അതിന്റെ തുടക്കം? ഏത് തുടക്കം ചോദിക്കുന്നുണ്ട്, 2 ചോദ്യം ഒന്നിച്ചില്ലേ? ഓക്കെ, എവിടെ നിന്നായിരുന്നു അതിന്റെ തുടക്കം എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ 1917 നടുനായകത്വം ഏറ്റെടുത്തത്. ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്ത് നിന്നായിരുന്നു അതിന് തുടക്കം അല്ലേ. ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്ത് നിന്നായിരുന്നു അതിന്റെ തുടക്കം. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നീലം കൃഷിക്കാരോടുള്ള ബ്രിട്ടീഷുകാരുടെ സമീപനം എന്തായിരുന്നു? എന്തായിരുന്നു നീലം കൃഷിക്കാരോടുള്ള ബ്രിട്ടീഷുകാരുടെ സമീപനം? തങ്ങളുടെ ചൊൽപ്പടിയിൽ കൃഷിക്കാരെ കഷ്ടപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും അവർ ചെയ്തു. ഓക്കെ, തങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കാത്ത കൃഷിക്കാരെ ഭീഷണിപ്പെടുത്തുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു അല്ലേ. ഓക്കെ, അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നീലം കൃഷിക്കാരോടുള്ള ബ്രിട്ടീഷുകാരുടെ സമീപനം എങ്ങനെയായിരുന്നു? എന്തായിരുന്നു? തങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കാത്ത കൃഷിക്കാരെ ഭീഷണിപ്പെടുത്തുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ നാലാമത്തെ? ഗാന്ധിജി ആദ്യമായി സത്യാഗ്രഹ സമരം നടത്തിയത് എവിടെ? ഇതിന് കാരണമായ സംഭവം എന്ത്? എവിടെയാണ്? ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്ത് നിന്നായിരുന്നു. ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്ത് പല വിധത്തിലും ഭീഷണിപ്പെടുത്തുകയും. ഓക്കെ ഓക്കെ, അപ്പൊ ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്തായിരുന്നു എന്തിന്റെ തുടക്കം? ഗാന്ധിജി ആദ്യമായി സത്യാഗ്രഹം നടത്തിയത് അല്ലെ, ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്ത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതിന് കാരണമായ സംഭവം എന്ത്? എന്താണ്? നീലം ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിക്കാരെ ബ്രിട്ടീഷുകാർ പല വിധത്തിലും ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു അല്ലെ. അപ്പോഴാണ് ഗാന്ധിജിക്ക് സത്യാഗ്രഹം ആരംഭിക്കണം തോന്നിയത് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ? എന്താ ഗ്രേസേ ഒന്ന് വായിച്ചേ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ നമ്മളെ വായിച്ചേ? ഗാന്ധിജി നിയമലംഘനത്തിന് ആഹ്വാനം നൽകാൻ കാരണമെന്ത് അല്ലേ. ഗാന്ധിജി നിയമലംഘനത്തിന് ആഹ്വാനം നൽകാൻ കാരണമെന്ത്? അതായിരുന്നു ആദ്യത്തെ ചോദ്യം, അല്ല അഞ്ചാമത്തെ ചോദ്യം. ഓക്കെ, എന്താണ് അതിന്റെ കാരണം? 1919 നിഷേധിക്കുന്ന ഒരു നിയമം ബ്രിട്ടീഷുകാർ പാസാക്കി. എന്തായിരുന്നു അതിന്റെ പേര്? റൗലറ്റ് ആക്ട് എന്നായിരുന്നു അതിന്റെ പേര്. ഓക്കെ, ഈ നിയമം ലംഘിക്കാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു അല്ലേ. ഓക്കെ, അപ്പൊ ഗാന്ധിജി നിയമലംഘനത്തിന് ആഹ്വാനം നൽകാൻ കാരണം എന്ത് എന്നുള്ള ചോദ്യത്തിന് 1919 ഭാരതീയരുടെ പൗരസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു നിയമം ബ്രിട്ടീഷുകാർ പാസാക്കി. അതിന്റെ പേരാണ് എന്ത്? റൗലറ്റ് ആക്ട് എന്നായിരുന്നു അതിന്റെ പേര്. ഈ നിയമം ലംഘിക്കാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു അല്ലേ. ഓക്കെ, ജനറൽ ഡയർ ക്രമസമാധാന പാലനം ഏറ്റെടുക്കാനിടയായത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? പാഠം ഭാരതീയരുടെ പൗരസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു നിയമം ബ്രിട്ടീഷുകാർ പാസാക്കി. നാടെങ്ങും പ്രതിഷേധം ഇരമ്പി.
ഈ സന്ദർഭത്തിലാണ് മേധാവിയായ ജനറൽ ഡയർ ക്രമസമാധാന പാലനം ഏറ്റെടുത്തത്. ഓക്കെ, ജനറൽ ഡയർ ക്രമസമാധാന പാലനം ഏറ്റെടുത്തത്. ഓക്കെ, 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താ ഷിസ? ഒന്ന് വായിച്ചേ ഷിസ. നമ്മളിപ്പം വായിക്കുന്ന 7ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. ജാലിയൻ വാലാബാഗ് സംഭവം വിവരിക്കുക. ജാലിയൻ വാലാബാഗ് സംഭവം വിവരിക്കുക. എന്താണ് ഏഞ്ചലെ കുറഞ്ഞ ഏഞ്ചല? എനിക്ക് ഏഞ്ചൽ മുടിയൊക്കെ മുറിച്ചോ ഏഞ്ചലിന്റെ? ഓക്കെ, 1919 ഏപ്രിൽ 13-ാം തീയതി കണ്ടോ? 13-ാം തീയതി പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒരു പൊതുയോഗം ചേർന്നു. ആബാലവൃദ്ധം ജനങ്ങൾ. വലിയ മൈതാനമായിരുന്നു. കുറച്ചധികം പറയണമെന്നില്ല, ഇങ്ങനെ പറഞ്ഞാൽ മതി. എന്ത്? 1919 ഏപ്രിൽ 13-ാം തീയതി പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒരു പൊതുയോഗം ചേർന്നു അല്ലേ? ആബാലവൃദ്ധം ജനങ്ങൾ, അതായത് ചെറിയ കുഞ്ഞു കുട്ടിയടക്കം വൃദ്ധജനങ്ങൾ വരെ. ആബാലവൃദ്ധം എന്ന് പറഞ്ഞാൽ വൃദ്ധം ജനങ്ങൾ, അതായത് 20,000-ത്തിലധികം വരുന്ന ജനങ്ങൾ അവിടെ തടിച്ചുകൂടിയിരുന്നു. ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ സംഘമായി പാഞ്ഞെത്തിയ ആര്? ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ കുറെ പട്ടാളക്കാർ വന്നു അല്ലേ? അവരുടെ നിരായുധരായുടെ ഭാരത മക്കളുടെ നേർക്ക് നിറയൊഴിക്കാൻ അയാൾ കൽപ്പന നൽകി. ഈ സംഭവമാണ് ജാലിയൻ വാലാബാഗ് സംഭവം അല്ലേ? ഓക്കെ, ജാലിയൻ വാലാബാഗ് സംഭവം വിവരിക്കുക. പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്ലാസ്സിലും നിങ്ങൾക്ക് ആവശ്യം വരും അത്. ഓക്കെ, നെക്സ്റ്റ് 8ാമത്തത്, ജാലിയൻ വാലാബാഗിൽ നടന്നത് നീചമായ മനുഷ്യക്കുരുതിയായിരുന്നു എന്ന് പറയാൻ കാരണമെന്ത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? മുഹമ്മദ് റിഹാൻ ഇവിടെ തന്നെയാണോ ശ്രദ്ധിക്കുന്നത്? റിഹാനെ? ഓക്കെ, ഇപ്പോൾ ജാലിയൻ വാലാബാഗിൽ നടന്നത് നീചമായ മനുഷ്യക്കുരുതിയായിരുന്നു എന്ന് പറയാൻ കാരണമെന്ത്? എന്താ കാരണം റിഹാനെ? മുറിവേറ്റ് കിടക്കുന്ന ഭാരതീയ മക്കളെ പോലും ആശുപത്രിയിൽ എത്തിക്കാൻ മുറിവേറ്റ് പിടയുന്നവരെ ആശുപത്രി എത്തിക്കാൻ പോലും ഡയർ അനുവദിച്ചില്ല അല്ലേ? പിന്നെയോ നേരെ മറിച്ച് നിശാനിയമം നടപ്പാക്കി കൂടുതൽ ആളുകളെ വേട്ടയാടാനാണ് ആ നരാധമൻ ശ്രമിച്ചത് അല്ലേ? അതുകൊണ്ടാണ് ജാലിയൻ വാലാബാഗിൽ നടന്നത് നീചമായ മനുഷ്യക്കുരുതിയായിരുന്നു എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ അതിനെ ഓർമ്മിച്ച് വെക്കേണ്ടതാണ് നിങ്ങൾ. 9ാമത്തത് ഷഹബാസെ, 9ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. 9ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. 9th ക്വസ്റ്റ്യൻ വായിച്ചോ. അൺമ്യൂട്ട് ചെയ്ത് വായിക്കുമോനെ ഷഹബാസെ? ജാലിയൻ വാലാബാഗിൽ നടന്നത് നിശ്ചയമായ മനുഷ്യക്കുരുതി. അതല്ല 9ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് 9ാമത്തെ ക്വസ്റ്റ്യൻ? രവീന്ദ്രനാഥ് ടാഗോർ ബഹുമതി ഉപേക്ഷിക്കാൻ കാരണമെന്ത്? എന്താ കാരണം ഷഹബാസെ? ഒന്ന് പറഞ്ഞേ. ക്ലാസ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞാണ്. രവീന്ദ്രനാഥ് ടാഗോർ സർ ബഹുമതി ഉപേക്ഷിക്കാൻ കാരണമെന്ത്? എന്താണ് കാരണം? ഞാൻ പറയാം. ഷഹബാസിന് അറിയില്ലേ? പറയുന്നുണ്ട് ഷഹബാസ്. ആർക്കൊക്കെ അറിയാം ക്വസ്റ്റ്യന്റെ ആൻസർ? ആർക്കൊക്കെ അറിയാം? ഒന്ന് കൈപൊക്കിയേ. 1 2 നെക്സ്റ്റ് 2 പേർക്കേ അറിയുള്ളൂ ആ ക്വസ്റ്റ്യന്റെ ആൻസർ. റിഹാൻ അറിയാ അല്ലേ? രവീന്ദ്രനാഥ് ടാഗോർ സർ ബഹുമതി ഉപേക്ഷിക്കാൻ കാരണമെന്ത്? ലക്ഷ്മിപ്രിയക്ക് അറിയില്ലേ? ഗ്രേസിന് അറിയില്ലേ?
ഓക്കെ, പിന്നെന്തേ കൈ പൊക്കാത്ത നിങ്ങളൊന്നും? മുഹമ്മദ് റിഹാൻ അറിയോ അത് ആൻസർ? ഷിസക്ക്? മഹാത്മാഗാന്ധിയും മറ്റ് ദേശീയ നേതാക്കളും കഠിനമായ ഭാഷയിൽ അപലപിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ബ്രിട്ടീഷ് ഭരണകൂടം തനിക്ക് നൽകിയ സർ സ്ഥാനം ഉപേക്ഷിച്ചു. അപ്പൊ അതിനു മുമ്പ് ആൻസർ അതിനു മുമ്പേ ഉണ്ട്. എന്താണ്? ജാലിയൻ വാലാബാഗ് സംഭവം കണ്ടിട്ടാണ്, അത് കണ്ടിട്ടാണ് രവീന്ദ്രനാഥ് ടാഗോർ സർ ബഹുമതി ഉപേക്ഷിച്ചത്. ഓക്കെ, ഷഹബാസിന് ക്ലിയർ ആയോ അത്? ഓക്കെ, നെക്സ്റ്റ്, ജന്മനാടിന്റെ ക്രൂരത കണ്ട് പൊട്ടിക്കരഞ്ഞ ഇംഗ്ലീഷുകാരൻ ആരാണ്? ഇംഗ്ലീഷുകാരൻ C.S. ആൻഡ്രൂസ്. ഓക്കെ, C.F. ആൻഡ്രൂസ് ആണ് അല്ലേ? ജന്മനാടിന്റെ ക്രൂരത കണ്ട് പൊട്ടിക്കരഞ്ഞ ഇംഗ്ലീഷുകാരൻ. ഓക്കെ, നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് വൺ. എന്താണ്? ജാലിയൻ വാലാബാഗ് സംഭവത്തിന്റെ സൂത്രധാരൻ ആരായിരുന്നു? ആരായിരുന്നു സൂത്രധാരൻ? അതുൽ? ജനറൽ ഡയർ. ഓക്കെ, ജനറൽ ഡയർ. അതുൽ കേൾക്കുന്നില്ല. ജനറൽ ഡയർ ആണ് അല്ലേ ജാലിയൻ വാലാബാഗ് സംഭവത്തിന്റെ സൂത്രധാരൻ. ഓക്കെ, അപ്പൊ 11 ക്വസ്റ്റ്യൻസ് ഉണ്ട്. മിസ് അത് എഴുതി വാട്സപ്പ് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാ കുട്ടികളും എഴുതി. കേൾക്കുന്നില്ല? കേൾക്കുന്നില്ല മോനെ ഷഹബാസേ? കേൾക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? വാട്സപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ട് ഈ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ. അത് എഴുതിയെടുക്കണം എന്നാണ് മിസ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ ഷഹബാസേ. ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോ നമ്മുടെ ആ പാഠം കഴിഞ്ഞു അല്ലേ? ഇനി ആർക്കെങ്കിലും ജാലിയൻ വാലാബാഗ് എന്ന പാഠം മനസ്സിലാവാതെ ഉണ്ടോ? കൃത്യമായി മനസ്സിലാവാതെ ഉണ്ടോ ഇനി ആർക്കെങ്കിലും? ഇല്ല അല്ലേ? ഓക്കെ, നല്ലൊരു പാഠായിരുന്നു. എന്താണ്? ആരാനോട് ഡൗട്ട് ചോദിക്കുന്നു ഇപ്പോ? ഏഞ്ചൽ ഉണ്ടായിരുന്നില്ല അല്ലേ ആ പാഠത്തില്? പറഞ്ഞോ, എന്താ ഏഞ്ചല്? ജാലിയൻ വാലാബാഗ്. ജാലിയൻ വാലാബാഗ് ഇപ്പൊ വായിപ്പിക്കുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കണേ, എല്ലാ കുട്ടികളെ കൊണ്ടും വായിപ്പിക്കും. അപ്പൊ ഏഞ്ചലിനെയും കൊണ്ടും വായിപ്പിക്കും. ഓക്കെ, ആരൊക്കെയാണ് ഇപ്പൊ? ആദ്യം ആരാ വായിക്കുക? ആരും വായിച്ചില്ലല്ലോ ആ പാഠം? വായിച്ചു ആരെങ്കിലും? ഞാൻ ആദ്യം വായിക്കാം. ഓക്കെ, ആര്? ഞാൻ ആദ്യം വായിക്കാം. ഓക്കെ, ഹന്നയാ? ഓക്കെ, ഹന്ന എന്നെ വായിക്കേ. ഏഞ്ചല് കേൾക്കണേ മോളെ, ശ്രദ്ധിക്കണേ. പാഠം 10, ജാലിയൻ വാലാബാഗ്. ഭാരതീയരായി നമ്മൾ 1947 മുൻപ് 1.5 ശതാബ്ദത്തോളം കാലം ഇംഗ്ലീഷുകാരുടെ അടിമത്തത്തിന് കീഴിലാണ് കഴിഞ്ഞു വന്നത്. അവരുടെ കിരാത ഭരണം നമ്മെ വളരെയധികം പീഡിപ്പിച്ചു. ഇതോടെ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള കരുനീക്കങ്ങളും പോരാട്ടങ്ങളും ആരംഭിച്ചു. ഈ ഘട്ടത്തിലാണ് ദക്ഷിണാഫ്രിക്കയിലായിരുന്ന ഗാന്ധിജി നാട്ടിൽ തിരിച്ചെത്തുന്നത്. 1917 മുതൽ അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നടുനായകനായി രംഗത്തു വന്നു. ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്തു നിന്നായിരുന്നു അതിന്റെ തുടക്കം. നീലം ഉൽപ്പാദിക്കുന്ന കൃഷിക്കാരെ ബ്രിട്ടീഷുകാർ പലവിധത്തിലും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത്. തങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കാത്ത കൃഷിക്കാരെ ഭീഷണിപ്പെടുത്തി കഷ്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതിനെതിരെ ഗാന്ധിജി ഒരു സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. നീലം ഉൽപ്പാദിക്കുന്ന നീലം കൃഷിക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ഇതിൽ സജീവമായി പങ്കെടുത്തു. ഗാന്ധിജിയുടെ ജീവിതത്തിലെ ആദ്യ സത്യാഗ്രഹ പരിപാടി ഇതായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ ഈ സമരത്തെ അടിച്ചൊതുക്കി. 1919 ഭാരതീയരുടെ പൗരസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു നിയമം ബ്രിട്ടീഷുകാർ പാസാക്കി. റൗലറ്റ് ആക്ട് എന്നായിരുന്നു അതിന്റെ പേര്. ഈ നിയമം ലംഘിക്കാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. കോപാകുലരായ ജനങ്ങൾ ചില ആക്രമണങ്ങൾ നടത്താൻ ഇടയായി. ആക്രമണം ഉപേക്ഷിക്കാൻ ഗാന്ധിജി ആവശ്യപ്പെട്ടെങ്കിലും പല ഭാഗങ്ങളിലും ജനങ്ങളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. പലയിടത്തും ലാത്തിചാർജും വെടിവെപ്പും നടന്നു. സമരഭടന്മാരിൽ ചിലർ മരിച്ചു വീണു. നാടെങ്ങും പ്രതിഷേധം ഇരമ്പി. ഈ സന്ദർഭത്തിൽ പട്ടാള മേധാവിയായ ജനറൽ ഡയർ ക്രമസമാധാന പാലനം ഏറ്റെടുത്തു. ജനങ്ങൾ ഒന്നിച്ചു കൂടുന്നതും യോഗം ചേരുന്നതും നിയമവിരുദ്ധമായി അയാൾ പ്രഖ്യാപിച്ചിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഈ കിരാതവാഴ്ചയിൽ പ്രതിഷേധിക്കാൻ 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒരു പൊതുയോഗം ചേർന്നു.
ചുറ്റും മതിൽ കെട്ടിയ ഒരു വലിയ മൈതാനമായിരുന്നു അത്. മൈതാനത്തിലേക്ക് പ്രവേശിക്കാനും പുറത്തു കടക്കുവാനും ഇടുങ്ങിയ ഒരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധന്മാരും അടക്കം 20,000-ലധികം പേർ അവിടെ തടിച്ചു കൂടിയിരുന്നു. യോഗം നടന്നുകൊണ്ടിരിക്കെ ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ 100 ഭാരതീയ ഭടന്മാരും 50 ഇംഗ്ലീഷ് ഭടന്മാരും ഒരു സംഘമായി അവിടെ പാഞ്ഞെത്തി. അവർ ഗേറ്റിന് മുന്നിൽ തടസ്സം സൃഷ്ടിച്ചു. യോഗം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുക പോലും ചെയ്യാതെ നിരായുധരായ ഭാരത മക്കളുടെ നേർക്ക് നിറയൊഴിക്കാൻ അയാൾ കൽപ്പന നൽകി. പട്ടാളക്കാരുടെ തോക്കിൽ നിന്ന് വെടിയുണ്ടകൾ തുരുതുരാ ഇരമ്പിപ്പാഞ്ഞു. ആളുകൾ പരിഭ്രമിച്ച് ഓട്ടമായി. പക്ഷെ എവിടേക്ക് പോകാൻ? 10 മിനിറ്റ് നേരം കൊണ്ട് 1516 ആളുകൾ അവിടെ മരിച്ചു വീണു കഴിഞ്ഞിരുന്നു. അതിനേക്കാൾ ഏറെ ആളുകൾ മാരകമായി പരിക്കേറ്റ് രക്തത്തിൽ മുങ്ങിക്കുളിച്ച് അവിടെ വീണു കിടപ്പുണ്ടായിരുന്നു. ഇത്രയ്ക്ക് നീചമായ ഒരു മത്സ്യക്കുരുതി ഭാരതത്തിൽ അതിനോ മുമ്പോ പിൻപോ ഉണ്ടായിട്ടില്ല. മുറിവേറ്റു പിടയുന്നവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഡയർ അനുവദിച്ചില്ല. നേരെ മറിച്ച് നിശാ നിയമം നടപ്പാക്കി കൂടുതൽ ആളുകളെ വേട്ടയാടാനാണ് ആ നരാധമൻ ശ്രമിച്ചത്. ഈ നരഹത്യയെ മഹാത്മാഗാന്ധിയും മറ്റ് ദേശീയ നേതാക്കളും കഠിനമായ ഭാഷയിൽ അപലപിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ബ്രിട്ടീഷ് ഭരണകൂടം തനിക്ക് നൽകിയ സർ സ്ഥാനം ഉപേക്ഷിച്ചു. ടാഗോറിന്റെ ഉത്തമ സുഹൃത്തായിരുന്ന ഇംഗ്ലീഷുകാരൻ CF ആൻഡ്രോസ് ഈ ക്രൂരത കണ്ട് നെഞ്ചു പൊട്ടിക്കരഞ്ഞു. ബ്രിട്ടനിലെ പുരോഗമനശയക്കാരെല്ലാം ഈ കൂട്ടക്കുരുതിയെ രൂക്ഷമായി വിമർശിച്ചു. എന്നാൽ ചില യാഥാസ്ഥിതികരാകട്ടെ ജനറൽ ഡയറെ വാനോളം പുകഴ്ത്തി. എങ്കിലും ലോക മനസ്സാക്ഷിയുടെ മുന്നിൽ അയാൾ ജർമ്മനിയിലെ ഹിറ്റ്ലറെ പോലെ എന്നും വെറുക്കപ്പെട്ടവനായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എഡ്വിൻ. പാഠം 10 ജാലിയൻവാല വായിക്കാൻ എളുപ്പമാവും. പാഠം 10 ജാലിയൻവാലാബാഗ്. ഭാരതീയരായ നമ്മൾ 1947 മുമ്പ് 1.5 ശതാബ്ദത്തോളം കാലം ഇംഗ്ലീഷുകാരുടെ അടിമത്തത്തിന് കീഴിലാണ് കഴിഞ്ഞു വന്നത്. അവരുടെ കിരാത ഭരണം നമ്മെ വളരെയധികം പീഡിപ്പിച്ചു. ഇതോടെ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള കരുനീക്കങ്ങളും പോരാട്ടങ്ങളും ആരംഭിച്ചു. ഈ ഘട്ടത്തിലാണ് ദക്ഷിണാഫ്രിക്കയിലായിരുന്ന ഗാന്ധിജി നാട്ടിൽ തിരിച്ചെത്തുന്നത്. 1917 മുതൽ അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നടുനായകനായി രംഗത്തു വന്നു. ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്തു നിന്നായിരുന്നു അതിന്റെ തുടക്കം. നീലം ഉൽപ്പാദിക്കുന്ന കൃഷിക്കാരെ ബ്രിട്ടീഷുകാർ പലവിധത്തിലും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത്. തങ്ങളുടെ ചൊൽപ്പെട്ടിയിൽ നിൽക്കാത്ത കൃഷിക്കാരെ ഭീഷണിപ്പെടുത്തുകയും കഷ്ടപ്പെടുത്തുകയും 1919 ഭാരതീയരുടെ പൗരസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു നിയമം ബ്രിട്ടീഷുകാർ പാസാക്കി. റൗലറ്റ് ആക്ട് എന്നായിരുന്നു അതിന്റെ പേര്. ഈ നിയമം ലംഘിക്കാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. കോപാകുലരായ ജനങ്ങൾ ചില ആക്രമണങ്ങൾ നടത്താൻ ഇടയായി. ആക്രമണം ഉപേക്ഷിക്കാൻ ഗാന്ധിജി ആവശ്യപ്പെട്ടെങ്കിലും പല ഭാഗങ്ങളിലും ജനങ്ങളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. പലയിടത്തും ലാത്തിച്ചാർജും വെടിവെപ്പും നടന്നു. സമരഭടന്മാരിൽ ചിലർ മരിച്ചു വീണു. നാടെങ്ങും പ്രതിഷേധം ഇരമ്പി. ഈ സന്ദർഭത്തിൽ പട്ടാള മേധാവിയായ ജനറൽ ഡയർ ക്രമസമാധാന പാലനം ഏറ്റെടുത്തു. ജനങ്ങൾ ഒന്നിച്ചു കൂടുന്നതും യോഗം ചേരുന്നതും നിയമവിരുദ്ധമായി അയാൾ പ്രഖ്യാപിച്ചിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഈ കിരാതവാഴ്ചയിൽ പ്രതിഷേധിക്കാൻ 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ ജാലിയൻവാലാബാഗിൽ ജനങ്ങൾ ഒരു പൊതുയോഗം ചേർന്നു. ചുറ്റും മതിൽ കെട്ടിയ ഒരു വലിയ മൈതാനമായിരുന്നു അത്. മൈതാനത്തിലേക്ക് പ്രവേശിക്കുവാനും പുറത്തു കടക്കുവാനും ഇടുങ്ങിയ ഒരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധന്മാരടക്കം 20,000-ലധികം പേർ അവിടെ തടിച്ചുകൂടിയിരുന്നു. യോഗം നടന്നുകൊണ്ടിരിക്കെ ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ 100 ഭാരതീയരായ ഭടന്മാരും 50 ഇംഗ്ലീഷ് ഭടന്മാരും ഒരു സംഘമായി അവിടെ പാഞ്ഞെത്തി. അവർ ഗേറ്റിന് മുന്നിൽ തടസ്സം സൃഷ്ടിച്ചു. യോഗം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുക പോലും ചെയ്യാതെ നിരായുധരായ ഭാരത മക്കളുടെ നേർക്ക് നിറയൊഴിക്കാൻ അയാൾ കൽപ്പന നൽകി. പട്ടാളക്കാരുടെ തോക്കിൽ നിന്ന് വെടിയുണ്ടകൾ തുരുതുര ഇരമ്പിപ്പാഞ്ഞു. ആളുകൾ പരിഭ്രമിച്ച് ഓട്ടമായി. പക്ഷേ എവിടേക്ക് പോകാൻ? 10 മിനിറ്റ് നേരം കൊണ്ട് 1516 ആളുകൾ അവിടെ മരിച്ചു വീണു കഴിഞ്ഞിരുന്നു.
അതിനേക്കാൾ ഏറെ ആളുകൾ മാരകമായി പരിക്കേറ്റ് രക്തത്തിൽ മുങ്ങിക്കുളിച്ച് അവിടെ വീണ് കിടപ്പുണ്ടായിരുന്നു. ഇത്രയ്ക്ക് നീചമായ ഒരു മനുഷ്യകൃതി ഭാരതത്തിൽ ഇതിനു മുൻപോ പിൻപോ ഉണ്ടായിട്ടില്ല. മുറിവേറ്റ് പിടയുന്നവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഡയർ അനുവദിച്ചില്ല. നേരെ മറിച്ച് നിശാ നിയമം നടപ്പാക്കി കൂടുതൽ ആളുകളെ വേട്ടയാടാനാണ് ആ നരാധമൻ ശ്രമിച്ചത്. ഈ നരഹത്യയെ മഹാത്മാഗാന്ധിയും മറ്റ് ദേശീയ നേതാക്കളും കഠിനമായ ഭാഷയിൽ അപലപിച്ചു. ഇതിൽ പ്രതിഷേധിച്ച മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ബ്രിട്ടീഷ് ഭരണകൂടം തനിക്ക് നൽകിയ സർ സ്ഥാനം ഉപേക്ഷിച്ചു. ടാഗോറിന്റെ സ്ഥാനം ഉപേക്ഷിച്ചു. ടാഗോറിന്റെ ഉത്തമ സുഹൃത്തായിരുന്ന ഇംഗ്ലീഷുകാരൻ C.A. ആൻഡ്രൂസ് ഈ ക്രൂരത കണ്ട് നെഞ്ചുപൊട്ടിക്കരഞ്ഞു. ബ്രിട്ടനിലെ പുരോഗമനാശയക്കാരെല്ലാം ഈ കൂട്ടക്കുരുതിയെ രൂക്ഷമായി വിമർശിച്ചു. എന്നാൽ ചില യാഥാസ്ഥിതികരാകട്ടെ ജനറൽ ഡയറെ വാനോളം പുകഴ്ത്തി. എങ്കിലും ലോക മനസാക്ഷിയുടെ മുന്നിൽ അയാൾ ജർമ്മനിയിലെ ഹിറ്റ്ലറെ പോലെ എന്നും വെറുക്കപ്പെട്ടവനായിരിക്കും. പാഠം 10 ജാലിയൻവാലാബാഗ്. ഭാരതീയരായ നമ്മൾ 1947 മുമ്പ് 1.5 ശതാബ്ദത്തോളം കാലം ഇംഗ്ലീഷുകാരുടെ അടിമത്തത്തിന് കീഴിലാണ് കഴിഞ്ഞു വന്നത്. അവരുടെ കിരാതഭരണം നമ്മെ വളരെയധികം പീഡിപ്പിച്ചു. ഇതോടെ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള കരുനീക്കങ്ങളും പോരാട്ടങ്ങളും ആരംഭിച്ചു. ഈ ഘട്ടത്തിലാണ് ദക്ഷിണാഫ്രിക്കയിലായിരുന്ന ഗാന്ധിജി നാട്ടിൽ തിരിച്ചെത്തുന്നത്. 1917 മുതൽ അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നടുനായകനായി രംഗത്തു വന്നു. ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്തു നിന്നായിരുന്നു അതിന്റെ തുടക്കം. നീലം ഉൽപ്പാദിക്കുന്ന കൃഷിക്കാരെ ബ്രിട്ടീഷുകാർ പല വിധത്തിലും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത്. തങ്ങളുടെ ചോൽപ്പടിയിൽ നിൽക്കാത്ത കൃഷിക്കാരെ ഭീഷണിപ്പെടുത്തുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതിനെതിരെ ഗാന്ധിജി ഒരു സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. നീലം കൃഷിക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ഇതിൽ സജീവമായി പങ്കെടുത്തു. ഗാന്ധിജിയുടെ ജീവിതത്തിലെ ആദ്യത്തെ സത്യാഗ്രഹ പരിപാടി ഇതായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ ഈ സമരത്തെ അടിച്ചൊതുക്കി. 1919 ഭാരതീയരുടെ പൗരസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു നിയമം ബ്രിട്ടീഷുകാർ പാസാക്കി. റൗലറ്റ് ആക്ട് എന്നായിരുന്നു അതിന്റെ പേര്. ഈ നിയമം ലംഘിക്കാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. കോപാകുലരായ ജനങ്ങൾ ചില അക്രമങ്ങൾ നടത്താൻ ഇടയായി. അക്രമം ഉപേക്ഷിക്കാൻ ഗാന്ധിജി ആവശ്യപ്പെട്ടെങ്കിലും പല ഭാഗങ്ങളിലും ജനങ്ങളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. പലയിടത്തും ലാത്തി ചാർജും വെടിവെപ്പും നടന്നു. സമരഭടന്മാരിൽ ചിലർ മരിച്ചു വീണു. നാടെങ്ങും പ്രതിഷേധം ഇരമ്പി. ഈ സന്ദർഭത്തിൽ പട്ടാള മേധാവിയായ ജനറൽ ഡയർ ക്രമസമാധാന പാലനം ഏറ്റെടുത്തു. ജനങ്ങൾ ഒന്നിച്ചു കൂടുന്നതും യോഗം ചേരുന്നതും നിയമവിരുദ്ധമായി അയാൾ പ്രഖ്യാപിച്ചിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഈ കിരാതവാഴ്ചയിൽ പ്രതിഷേധിക്കാൻ 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ ജാലിയൻവാലാബാഗിൽ ജനങ്ങൾ ഒരു പൊതുയോഗം ചേർന്നു. ചുറ്റും മതിൽ കെട്ടിയ ഒരു വലിയ മൈതാനമായിരുന്നു അത്. മൈതാനത്തിലേക്ക് പ്രവേശിക്കുവാനും പുറത്തു കടക്കുവാനും ഇടുങ്ങിയ ഒരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധന്മാരും അടക്കം 20,000-ത്തിലധികം പേർ അവിടെ തടിച്ചുകൂടിയിരുന്നു. യോഗം നടന്നുകൊണ്ടിരിക്കെ ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ 100 ഭാരതീയ ഭടന്മാരും 50 ഇംഗ്ലീഷ് ഭടന്മാരും സംഘമായി അവിടെ പാഞ്ഞെത്തി. അവർ ഗേറ്റിനു മുന്നിൽ തടസ്സം സൃഷ്ടിച്ചു. യോഗം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുക പോലും ചെയ്യാതെ നിരായുധരായ ഭാരതമക്കളുടെ നേർക്ക് നിറയൊഴിക്കാൻ അയാൾ കൽപ്പന നൽകി. പട്ടാളക്കാരുടെ തോക്കിൽ നിന്ന് വെടിയുണ്ടകൾ തുരുതുര ഇരമ്പിപ്പാഞ്ഞു. ആളുകൾ പരിഭ്രമിച്ച് ഓട്ടമായി. പക്ഷേ എവിടേക്ക് പോകാൻ? 10 മിനിറ്റിന്
10 മിനിറ്റ് നേരം കൊണ്ട് 1516 ആളുകൾ അവിടെ മരിച്ചു വീണു കഴിഞ്ഞിരുന്നു. അതിനേക്കാൾ ഏറെ ആളുകൾ മാരകമായി പരിക്കേറ്റ് രക്തത്തിൽ മുങ്ങിക്കുളിച്ച് അവിടെ വീണുകിടപ്പുണ്ടായിരുന്നു. ഇത്രയ്ക്ക് നീചമായ മനുഷ്യക്കുരുതി ഭാരതത്തിൽ അതിനു മുമ്പോ പിമ്പോ ഉണ്ടായിട്ടില്ല. മുറിവേറ്റ് പിടയുന്നവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഡയർ അനുവദിച്ചില്ല. നേരെ മറിച്ച് നിശാ നിയമം നടപ്പാക്കി കൂടുതൽ ആളുകളെ വേട്ടയാടാനാണ് ആ നരാധമൻ ശ്രമിച്ചത്. ഈ നരഹത്യയെ മഹാത്മാഗാന്ധിയും മറ്റ് ദേശീയ നേതാക്കളും കഠിനമായ ഭാഷയെ അപലപിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ബ്രിട്ടീഷ് ഭരണകൂടം തനിക്ക് നൽകിയ സർ സ്ഥാനം ഉപേക്ഷിച്ചു. ടാഗോറിന്റെ ഉത്തമ സുഹൃത്തായിരുന്ന ഇംഗ്ലീഷുകാരൻ C.F. ആൻഡ്രൂസ് ഈ ക്രൂരത കണ്ട് നെഞ്ചു പൊട്ടിക്കരഞ്ഞു. ബ്രിട്ടനിലെ പുരോഗമനാശയക്കാരെല്ലാം ഈ കൂട്ടക്കുരുതിയെ രൂക്ഷമായി വിമർശിച്ചു. എന്നാൽ ചില യാഥാസ്ഥിതികരാകട്ടെ ജനറൽ ഡയറിനെ വാനോളം പുകഴ്ത്തി. എങ്കിലും ലോക മനസാക്ഷിയുടെ മുന്നിൽ അയാൾ ജർമ്മനിലെ ഹിറ്റ്ലറെ പോലെ എന്നും വെറുക്കപ്പെട്ടവനായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഗ്രേസ്. ഇറ്റാലിയൻ വരാതെ ഭാരതീയരായ നമ്മൾ 1947 മുമ്പ് ഒരു 1.5 ശതാബ്ദത്തോളം കാലം ഇംഗ്ലീഷുകാരുടെ അടിമത്തത്തിൽ കീഴിലാണ് കഴിഞ്ഞത്. അവരുടെ കിരാത ഭരണം നമ്മെ വളരെയധികം പീഡിപ്പിച്ചു. ഇതോടെ ഭാരതത്തിലെ പല ഭാഗങ്ങളിലും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സൈനികങ്ങൾ ഈ ഘട്ടത്തിലാണ് ദക്ഷിണാഫ്രിക്കയിൽ ആയിരുന്ന ഗാന്ധിജി തിരികെ ചെന്നത്. 1917 മുതൽ അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നായകനായി രംഗത്ത് വന്നു. ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്തു നിന്നായിരുന്നു അതിന്റെ തുടക്കം. നെല്ല് ഉൽപ്പാദിക്കുന്ന കൃഷിക്കാരെ ബ്രിട്ടീഷുകാർ പല വിധത്തിലും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത്. തങ്ങളുടെ തോൽപ്പഴിയിൽ നിൽക്കാത്ത കൃഷിക്കാരെ ഭീഷണിപ്പെടുത്തുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതിനെതിരെ ഗാന്ധിജി ഒരു സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. നിലം കൃഷിക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ഇതിൽ സജീവമായി പങ്കെടുത്തു. ഗാന്ധിജിയുടെ ജീവിതത്തിലെ ആദ്യത്തെ സത്യാഗ്രഹ പരിപാടി ഇതായിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാർ ഈ സമരത്തെ അടിച്ചൊതുക്കി. 1919 ഭാരതീയരുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു നിയമം ബ്രിട്ടീഷുകാർ പാസാക്കി. റൗലറ്റ് ആക്ട് ആയിരുന്നു അതിന്റെ പേര്. ഈ നിയമം ലംഘിക്കാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. കോപാകുലരായ ജനങ്ങൾ ചില അക്രമങ്ങൾ നടത്താൻ ഇടയായി. അക്രമം ഉപേക്ഷിക്കാൻ ഗാന്ധിജി ആവശ്യപ്പെട്ടെങ്കിലും പല ഭാഗങ്ങളിലും ജനങ്ങളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. ലാത്തിചാർജും വെടിവയ്പും നടന്നു. ഭടന്മാരിൽ ചിലർ മരിച്ചു. ഭടനും പ്രതിഷേധം ഇരുമ്പി. ഈ സന്ദർഭത്തിൽ പട്ടാള മേധാവിയായ ജനറൽ ഡയർ ക്രമസമാധാന പാലനം ഏറ്റെടുത്തു. ജനങ്ങൾ ഒന്നിച്ചു കൂടുന്നതും യോഗം ചേരുന്നതും നിയമവിരോധമായി അയാൾ പ്രഖ്യാപിച്ചു. ബ്രിട്ടീഷ് യോഗം ചേരുന്നതും നിയമവിരുദ്ധമായി അയാൾ പ്രഖ്യാപിച്ചിരുന്നു. നെക്സ്റ്റ്.
രക്തവഴുതത്തിൽ വായിച്ചതിൽ പ്രതിഷേധിക്കുവാൻ 1919 ഏപ്രിൽ 13-ാം തീയതി പഞ്ചാബിലെ പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒരു പൊതുയോഗം ചേർന്നു. ചുറ്റും മതിൽക്കെട്ടിയ ഒരു വലിയ മൈതാനമായിരുന്നു അത്. മൈതാനത്തിലേക്ക് പ്രവേശിക്കുവാനും പുറത്ത് കടക്കുവാനും ഇടുങ്ങിയ ഒരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധന്മാരും അടക്കം 20,000-ത്തിലധികം പേർ അവിടെ തടിച്ചുകൂടിയിരുന്നു. യോഗം നടന്നുകൊണ്ടിരിക്കെ ജനറൽ ഡയറക്ടർ ഡയറിന്റെ നേതൃത്വത്തിൽ 100 ഭാരതീയ ഭടന്മാരും 50 ഇംഗ്ലീഷ് ഭടന്മാരും ഒരു സംഘമായി അവിടെ പാഞ്ഞെത്തി. അവർ ഗേറ്റിനു മുമ്പിൽ തടസ്സം സൃഷ്ടിച്ചു. യോഗം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുക പോലും ചെയ്യാതെ നിരാശരായ ഭാരത മക്കളുടെ നേർക്ക് ഒഴിക്കാൻ അയാൾ കൽപ്പന നൽകി. പട്ടാളക്കാരുടെ വെടിയുണ്ടകൾ തുരുതുര ഇരമ്പി പാഞ്ഞു. ആളുകൾ പരിഭ്രാന്തമായി. പക്ഷേ എവിടേക്ക് പോകാൻ? 10 മിനിറ്റിനു നേരം കൊണ്ട് 1500 16 ആളുകൾ അവിടെ മരിച്ചു വീണ് കഴിഞ്ഞിരുന്നു. അതിനേക്കാൾ ഏറെ ആളുകൾ മാരകമായി പരിക്കേറ്റ് രക്തത്തിൽ മുങ്ങിക്കുളിച്ച് അവിടെ വീണുകിടപ്പുണ്ടായിരുന്നു. ഇത്രയ്ക്ക് നീചമായ ഒരു മനുഷ്യക്കുരുതി ഭാരതത്തിൽ ഇതിനു മുമ്പോ പിമ്പോ ഉണ്ടായിട്ടില്ല. മുറിവേറ്റു പിടയുന്നവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഡയറക്ടർ അനുവദിച്ചില്ല. നേരെ മറിച്ച് 1 മിനിറ്റേ ഉള്ളൂ, ക്ലാസ് കട്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോ വേട്ടയാടാനാണ് ആ നരാധമൻ ശ്രമിച്ചത്. ഈ നരഹത്യയെ മഹാത്മാഗാന്ധിയും മറ്റ് ദേശീയ നേതാക്കളും